അവസാനത്തെ ദിവസം ചേച്ചി എന്നെ ഒരു അസിസ്റ്റന്റിനെ വിട്ട് വിളിപ്പിച്ചു. നമുക്കൊരു ഫോട്ടോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എടുക്കണം ചേച്ചി ഫോട്ടോ. ഏത് ഫീൽഡിലായെങ്കിൽ പോലും ഡിസിപ്ലിനും മോൻ ബാക്കിയുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി അത് മാറരുത്, ഇതേപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഹഗ്ഗായിട്ടാണ് വിട്ടത്. പക്ഷെ മൂൺ വാക്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടടാ സിദ്ധാർത്ഥ, നീ ഉണ്ടാവും, ഒരു 90% ഒക്കെ നീ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ മുടി വെട്ടരുതെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഓഡിഷൻ വന്ന സമയത്ത്. പക്ഷെ എനിക്ക് അത് കിട്ടിയപ്പോൾ ഞാൻ അതിനുവേണ്ടി വെട്ടി. ഫാമിലി തന്നെയാണ്, ലൈക്ക് പ്രോപ്പർ ഫാമിലി തന്നെ അച്ഛനും ബ്രദേഴ്സും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തൊരു പടം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതായിരുന്നു അത്. പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ബോണ്ടില്ലേ, അതെനിക്ക് മൂൺ വാക്കിലാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. 30 ദിവസം ഷൂട്ടുണ്ട്, 30 ദിവസം നീ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം. ഐ എം റെഡി ഫോർ ഇറ്റ്. വാട്ട് യു വോണ്ട് ടു ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് ടു ആക്ട് എന്ന് ഞാൻ പറയണം. ആൾക്കാർ പറയും നോ പറയുന്ന സ്ഥലത്ത് നോ പറയണമെന്ന്, പക്ഷെ അവരുടെ അടുത്ത് തന്നെ നമ്മൾ ചില സമയം നോ പറയുമ്പോൾ അവർക്ക് എനിക്കൊരു കുഴപ്പമില്ലടാ നീ ചെയ്തോ എന്ന് പറയുന്ന സാധനം തന്നെ അവൻ ചെയ്യുമ്പോൾ നമുക്ക് വിഷമാവും. അങ്ങനെയാണ്. എന്താ ചോദിച്ചേ? കൂടുതൽ ഫെയിം കിട്ടിയ സമയത്ത് മാത്രമല്ല നീ ഒരു ആക്ടർ. മെന്റലി യു ആർ ഓൾറെഡി ആൻ ആക്ടർ. അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് യു ആർ ആൻ ആക്ടർ. ഒരു സിംഗിൾ വേർഡിൽ പറയണമെങ്കിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അപ്പത്ത എനിക്ക് തോന്നുന്നു പ്രിയദർശൻ സാർ, അതുപോലെ ഉർവശി മാം, എനിക്ക് വലിയൊരു ലക്കിനാണ്, ഭയങ്കര ഒരു ഭാഗ്യമാണ്. അതിനെ കുറിച്ച് എന്താണ്? അതെനിക്ക് കിട്ടുന്നത് മീം ബോയ്സിന് ശേഷമാണ്. മീം ബോയ്സിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അതും ഹോട്ട്സ്റ്റാറിലാണ് പടം റിലീസായത്. എന്നെ ഇതുപോലെ ഒരു ദിവസം വിളിച്ചിട്ട് അതിലൊരു പൊള്ളാച്ചിയിൽ നടക്കുന്നതാണ്. എൻ്റെ പോർഷൻസ് വരുന്നത് പൊള്ളാച്ചി സൈഡാണ്. അപ്പോൾ ഈ ഈറോഡ് കോയമ്പത്തൂർ സൈഡിലൊക്കെ ഒരു ഡയലക്റ്റ് ആക്സെൻ്റ് എനിക്ക് തമിഴ് എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ടീമിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് വർഷ ചേച്ചി, ഷീസ് ഫ്രം ചെന്നൈ, കാസ്റ്റിംഗ് ഡയറക്ടറാണ്. പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സിദ്ധാർത്ഥ ഐ ഹാവ് എൻ ഓഫർ ഫോർ യു എന്ന് പറഞ്ഞ്. സന്തോഷമായി. ഓഫർ എന്ന് പറഞ്ഞാൽ മതി. അതിപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദേർ ഈസ് എൻ ഓഫർ ഫോർ യു. ഇങ്ങനൊരു സിനിമ പ്രിയൻ സാറാണ് ഡയറക്റ്റ് ചെയ്യണേ, പക്ഷെ നിന്റെ കൂടെ ചെയ്യുന്ന ആളുടെ പേര് ഞാൻ പറയില്ല. അത് ഞാൻ ഇപ്പോൾ പറയില്ല. ഞാൻ കുറച്ചുകൂടെ എല്ലാം കൂടെ ഒന്ന് ഫിക്സ് ആയതിനു ശേഷം ഞാൻ പറയാം. സിദ്ധാർത്ഥിന് ഈ ഡേറ്റ്സ് ഒക്കെ ഓക്കെ ആണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചാൽ ഞാൻ ഫ്രീ ആണ്, വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആഫ്റ്റർ എ വീക്ക് ലേറ്റർ കോൾ വന്നിട്ട് പറഞ്ഞു സിദ്ധാർത്ഥ് ഡേറ്റ്സ് ഒക്കെ സെറ്റായി, ഈ ദിവസങ്ങളൊക്കെയാണ് ഷൂട്ടെന്ന്. എന്നിട്ടും ചേച്ചി പറഞ്ഞില്ല കൂടെ ആരാ ചെയ്യണത്. അത് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് വിട്ട്. ഷൂട്ടിന് മുമ്പത്തെ ദിവസമാണ് ഞാൻ അറിയണത്. ഞാൻ പൊള്ളാച്ചില്ല ഊർവശി ചേച്ചിയാണ് ചെയ്യുന്നത്. എൻ്റെ മൈൻഡിലാണെങ്കിൽ ചേച്ചിയുടെ 700th ഫിലിമോ അങ്ങനെ എന്തോ ആയിരുന്നു അത്. അത്രയും പടങ്ങൾ ചെയ്ത ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാൻ ചെയ്യണേ. അപ്പോൾ അതേപോലെ അമല ചേച്ചിയുടെ കൂടെ ചെയ്ത പോലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് ഒരു പാറയുടെ മുകളിൽ നീ നടന്നു വന്നിട്ട് അപ്പത്തെ ആയിട്ടൊരു കോൺവെർസേഷനാണ്. എവിടുന്നോ വന്നിട്ട് എന്തോ കാര്യം പറയുന്നതാണ്. അപ്പോൾ അതേപോലെ ചേച്ചി കുറച്ച് സൈലൻ്റൊക്കെയാണ് സെറ്റിൽ. പിന്നെ പ്രിയൻ സാറായിട്ടൊക്കെ മുമ്പേ വർക്ക് ചെയ്ത് അവർ കൊല്ലങ്ങളായിട്ടുള്ളൊരു കണക്ഷൻ ഇല്ലേ. എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ചാൽ വരണം. മറ്റേ TVS XL ഞാൻ അപ്പത്തെ കൂട്ടിക്കൊണ്ടുവന്ന വണ്ടിയുണ്ട്. അത് ഈ പാറകളോട് ഓടിക്കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് നിർത്തുകയും വേണം. നിർത്തിയിട്ട് നടന്നു എനിക്ക് നിർത്തുന്നവരെയാണെങ്കിൽ നിർത്തി ഇറങ്ങിയ ശേഷം നമുക്ക് പേടിക്കുന്ന സമയത്ത് ഈ കാലൊക്കെ ഒന്ന് ഒരു ഫീലുണ്ടാവില്ല, ടയേർഡായിട്ടൊരു ഷിവറൊക്കെ ഉണ്ടാവില്ലേ. ഞാനിങ്ങനെ നടന്ന് അതൊരു ക്യാരക്ടറായി മാറ്റി അതൊക്കെ ഇങ്ങനെ പിടിച്ച് മാനറസ് ആക്കി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയലോഗ് ചെയ്ത് പോയി. ഞാൻ അവിടെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. അതിനുശേഷം എനിക്ക് ക്യാമറ ഇല്ല, അതെനിക്കറിയാലോ. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞതിന് ശേഷം ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഷോട്ടൊക്കെ കഴിഞ്ഞതിന് ചേച്ചിനെ വിളിച്ച് മോൻ്റെ പേരെന്താന്ന് വെച്ചാൽ സിദ്ധാർത്ഥ്. ശരി മോനെ. പിന്നെ അന്നോട്ട് എന്നെ മോനെന്ന് മാത്രമേ വിളിക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് ശക്തി എന്നായിരുന്നു എൻ്റെ ക്യാരക്ടർ. ശക്തി മോനെ എവിടെ എന്നൊക്കെ അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ കൂടെ ഒരു ഫോട്ടോ വേണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10-12 ദിവസം ഷൂട്ട് ചെയ്തു. ലാസ്റ്റ് ഡേ ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടേ ഇല്ല ചേച്ചിയുടെ കൂടെ ഞാൻ ചേച്ചി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. കുറേ പേര് ഇടയ്ക്ക് സ്ക്രിപ്റ്റ് പറയാനൊക്കെ കുറച്ച് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ വരും. ആ സമയത്തേക്ക് ഞാൻ നോക്കിയിരിക്കും. ഇപ്പോൾ ഒരു ദിവസം ഇത് എത്ര സ്ക്രിപ്റ്റാണ് ചേച്ചി കേൾക്കുന്നത്, അത് എത്ര പേഷ്യൻ്റായിട്ടിരുന്ന് കേൾക്കുന്നത്, അതൊക്കെ ഉണ്ട്. അവസാന ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള ടീംസൊക്കെ ആയിട്ട് എല്ലാവരുടെ അടുത്ത് ഹഗ്ഗൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ ഡയറക്ടർ പ്രിയൻ സാറിൻ്റെ അടുത്തൊരു ഫോട്ടോ ഞാൻ ചോദിച്ച് പ്രിയൻ സാർ അവനെന്താവാ പ്രിയൻ സാർ അതേപോലെ ഞാൻ ആദ്യമായിട്ട് പോയിട്ട് ഹായ് സർ എന്നൊരു AD ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അനന്തൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചേട്ടനുണ്ട്. ഹീസ് വെരി ക്ലോസ് ടു മീ നൗ. അനന്ത് ചേട്ടൻ ഈസ് എ വെരി ഗുഡ് ഡയറക്ടർ. എനിക്ക് പുള്ളിക്കാരൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ബേബി എന്ന് പറഞ്ഞിട്ട്, അതെല്ലാവരും കാണണം. ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പറഞ്ഞില്ല, പക്ഷേ ഈ ഈസ് എ റിയലി ഗുഡ് ഗൈ. അപ്പോൾ അനന്തൻ ചേട്ടൻ പുള്ളിക്കാരൻ്റെ പടം പുള്ളിക്കാരൻ AD ആയിട്ട് വർക്ക് ചെയ്യാണ് അവിടെ. പുള്ളിക്കാരാണെന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിദ്ധാർത്ഥ് സാർ. ഇത് സിദ്ധാർത്ഥാണല്ലേ
എൻ്റെ മോൻ്റെ പേരും സിദ്ധാർത്ഥ് എന്നാണ് പറഞ്ഞിട്ട് ഒരു ചിരി എന്നെ നോക്കി ചിരിച്ച്. അപ്പോൾ എനിക്ക് ഓക്കെ സമാധാനമായി. പിന്നെ പ്രിയൻ സാർ എന്ന് പറയുമ്പോൾ ലെജൻഡ് ആണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ പടത്തിൽ പുള്ളിക്കാരൻ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മോൻ്റെ പേരും സിദ്ധാർത്ഥാണെന്ന് പറഞ്ഞൊരു ഇത് ഇത്രയും കംഫർട്ട് സോൺ ക്രിയേറ്റ് ആയി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. അവസാനത്തെ ദിവസം ഊർവശി ചേച്ചി എന്നെ ഒരു അസിസ്റ്റൻറ്റിനെ വിട്ട് വിളിപ്പിച്ചു, കാരവനിലേക്ക് കയറ്റി നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ എന്ന് വെച്ചാൽ എടുക്കണം ചേച്ചി. ഫോട്ടോ എടുത്തിട്ട് പുള്ളിക്കാരി എന്നെ ഒരു ഹഗ് ആയിട്ട് പറഞ്ഞു, ഡിസിപ്ലിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയിൽ. മോൻ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അതേപോലെ തന്നെ മോൻ എത്ര പടങ്ങൾ ചെയ്താലും എത്ര ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലും കിട്ടിയില്ലേലും ഒരുപക്ഷെ മോൻ ഒരു ഫുൾ ത്രൂ ഔട്ട് ഒരു ആക്ടറായിട്ട് ഇല്ലേലും ഫുൾ ലൈക്ക് ഫ്യൂച്ചറിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്ന സമയത്ത് മോൻ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഉണ്ടെങ്കിലും ഏത് ഫീൽഡിലായെങ്കിൽ പോലും ഡിസിപ്ലിനും മോൻ ബാക്കിയുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി അത് മാറരുത്, ഇതേപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഹഗ്ഗായിട്ടാണ് വിട്ടത്. അപ്പോൾ അത് ഒരുപാട് ഞാൻ ഇപ്പോഴും ഓർക്കും. ഞാൻ ഓരോ സെറ്റിൽ പോകുമ്പോഴും ഞാൻ ബാക്കിയുള്ളവരടുത്തൊക്കെ സംസാരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എനിക്ക് മൈൻഡിൽ ഇങ്ങനെ വരും, ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലിക്കാവും. അപ്പോൾ അത് ഒരുപാടൊരു ബ്ലെസ്സിങ് തന്നെയാണ്. പുള്ളിക്കാരി എന്നെ വിളിച്ച് ഈ കാര്യം ഇങ്ങനെ പറയണമെങ്കിൽ അത് ഒരുപാട് സന്തോഷം ഉണ്ടായ ഒരു സാധനമാണ്. ത്രൂ ഔട്ട് ഇനിയിപ്പം ലൈഫിൽ ഉണ്ടാവട്ടെ. സോ നീ ഇപ്പം എന്താ പറയുക, തമിഴിലും അഭിനയിക്കുന്നുണ്ട്, അതുപോലെ മലയാളം, ഇങ്ങനെ 2 ലാംഗ്വേജിലും അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ 2 ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് എന്താണ്? എന്തായാലും ഒബ്വിയസ്ലി ഡിഫറൻസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. നിനക്ക് ആസ് എൻ ആക്ടർ എന്താണ് തോന്നിയിട്ടുള്ളത്? ആസ് എൻ ആക്ടർ തോന്നുന്നത് അത് ആസ് എൻ ലൈക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ലാംഗ്വേജ്, അങ്ങനെയല്ല. ചില സമയത്ത് ചില സ്ക്രിപ്റ്റ്സ് നമ്മൾ ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലെങ്കിലും നമുക്ക് കുറേ എക്സ്പ്ലനേഷൻ കിട്ടും. ലൈക്ക് ഓൾമോസ്റ്റ് എൻറ്റയർ സ്ക്രിപ്റ്റ് നമുക്ക് അറിയും. അത് കേൾക്കുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അത് എല്ലാ ഡയറക്ടേഴ്സും എല്ലാ റൈറ്റേഴ്സും എല്ലാ ടീംസും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലതൊക്കെ അവർക്ക് തന്നെ അറിയാം ഇതിന് ഈ ക്യാരക്ടർ ചെയ്യാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയൊരു നോട്ട് കൊടുത്താൽ മതി, അങ്ങനെ ഉണ്ടാവും. ഐ തിങ്ക് തമിഴിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ മീം ബോയ്സ് ഒക്കെ പിന്നെ ഫുൾ റീഡിങ് സെഷനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് ഒക്കെ കിട്ടാറുള്ളൂ. ലൈക്ക് ഫുൾ നറേഷൻ അല്ലെങ്കിൽ എന്താണ് എൻ്റെ ക്യാരക്ടർ ആർക്ക് അത് ആസ് എൻ ആക്ടർ നമുക്ക് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ചോദിക്കേണ്ടി വലുതായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ മോസ്റ്റ്ലി കാണുന്നത് ഐ തിങ്ക് വന്നെത്തുമ്പോഴേക്കും ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ല അങ്ങനെ വലുതായിട്ട്. എന്താണ് ഞാൻ ഇവിടെ വന്നു, ഓക്കെ ഞാൻ ഇയാളായിട്ട് സംസാരിച്ചു, അതൊക്കെ ഓക്കെ, പക്ഷെ ഇയാളാരാണ് അങ്ങനെ ഒരു ഡൗട്ട് വരില്ലേ? അങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷേ എനിക്ക് സിൻസ് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ദെയർ, എനിക്ക് കംഫർട്ട് സോൺ ഞാൻ ചെന്നൈയിലാണ് 8 years ആയിട്ട്. എൻ്റെ വീട് ഈ റോഡിലാണ്. അപ്പോൾ കുറച്ചുകൂടെ കണക്ഷൻസും അവിടെ കൂടുതലാണ്. പിന്നെ വർക്ക് ചെയ്യാനായിട്ടും ഈസി, വീട്ടിൽ നിന്ന് പോകുന്നൊരു കംഫർട്ട് സോൺ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നെ ഇവിടെ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നത്, ഞാൻ ഇടയ്ക്കൊരു റൈഡിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു ഓഡിഷന് വേണ്ടി ചുമ്മാ പോയി. അതായത് ചാക്കോച്ചൻ്റെ ഒരു പടത്തിൻ്റെ ഒരു ഓഡിഷൻ, ഓപ്പൺ ഓഡിഷൻ. ഞാൻ കുറേ ആയി ഓപ്പൺ ഓഡിഷൻ പോയിട്ട്. അപ്പോൾ എനിക്ക് പോകണം എന്നുള്ള ലൈക്ക് അങ്ങനെ അത് മറക്കാൻ പാടില്ല, വി ഷുഡ് ട്രൈ അഗൈൻ എന്നുള്ള ഇതിൽ ഞാൻ പോയി നിൽക്കുമ്പോൾ അത്രയും ബോയ്സും ഗേൾസൊക്കെ ഉണ്ട് അവിടെ ലൈനിൽ. എനിക്ക് ചെയ്യാൻ പോലും പറ്റില്ല അന്ന്. എൻ്റെ നമ്പർ 300 350 380 എന്തോ ആയിരുന്നു. എനിക്കൊന്ന് ചെയ്യാൻ പറ്റില്ല. ഈവനിങ് എനിക്ക് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചവരെ ഞാൻ നിന്നിട്ട് തിരിച്ചു പോന്നു. അത്രയും ആൾക്കാരുണ്ടാകുമ്പോൾ ദേ സ്റ്റിൽ കൺസിഡർ മീ. അവിടുന്ന് ചെന്നൈയിലാണ് എൻ്റെ വീട്, ഞാൻ അവിടെയാണ് താമസം എന്ന് അറിയാം. എന്നിട്ടും എന്നെ വിളിക്കുന്നു, ഇവർ വർക്ക് ചെയ്യാൻ, എനിക്ക് എന്നെ കൊണ്ട് ഈ ക്യാരക്ടേഴ്സ് പറ്റുമെന്ന് അവർക്ക് ഉണ്ടാകുന്നൊരു തോട്ട്, അത് ഞാൻ ബ്ലെസ്ഡ് ആണ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പക്ഷെ എനിക്ക് എപ്പോഴും 2 പ്രോജക്ട്സും ഈക്വലി കൊണ്ടുപോകണം. കംഫർട്ട് സോൺ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. അതെ അതെ, എങ്ങനെ തമിഴാണ് എനിക്ക് കംഫർട്ട്, മലയാളമാണ് കംഫർട്ട്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവിടെ പോയി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ മലയാളിയാണെന്നുള്ളത് തന്നെ എനിക്ക് മറന്നു പോകും. ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ തമിഴിലൊരു സീരീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ മലയാളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോകുമ്പോൾ ആ ഒരു സ്വിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എങ്ങനെയാണെന്നറിയില്ല. അത് ഇയേഴ്സ് ഓഫ് ഞാൻ നാട്ടിലേക്ക് വരുന്നു, അച്ഛനമ്മയുടെ കൂടെ 1 മാസം 2 മാസം നാട്ടിൽ നിൽക്കുന്നു വെക്കേഷൻ സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ആ സ്വിച്ച് എനിക്ക് ഇറ്റ്സ് നോട്ട് ന്യൂ, സംതിങ് ന്യൂ ടു മീ. അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. കംഫർട്ട് സോൺ രണ്ടും കംഫർട്ടാണ് എനിക്ക്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. ഇനി നമുക്ക് നമ്മുടെ മൂൺ വാക്ക്
എനിക്ക് മൂൺ വാക്ക് പേഴ്സണലി എനിക്ക് ഒരു കണക്ഷൻ ഉണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ നിങ്ങൾ എല്ലാവരുമായിട്ട് ആ ഒരു ട്രിവാൻഡ്രം കൂടെ ആയതുകൊണ്ടാവും. പിന്നെ നിങ്ങൾ എല്ലാവരുമായിട്ട് ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ എത്രത്തോളം പാഷനേറ്റ് ആണെന്ന് അറിയാം അതിൽ അഭിനയിച്ച ഓരോ ആക്ടേഴ്സും. സോ മൂൺ വാക്ക് മെമ്മറീസിലോട്ട് നമുക്ക് പോവാം. മൂൺ വാക്ക് മെമ്മറീസ്, ഞാൻ ആ സമയത്ത് മൂൺ വാക്കിൻ്റെ സെലക്ഷൻ കിട്ടിയ സമയത്ത് KP കുമാരൻ എന്നൊരു ഡയറക്ടറുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു പടം കുമാരനാശാൻ്റെ ബയോഗ്രാഫി, അത് തിയേറ്ററിക്കൽ ആയിരുന്നില്ല, അതൊരു ആർട്ട് ഫിലിം ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൽ കുമാരനാശാൻ്റെ ചെറുപ്പകാലം ഞാനാണ് ചെയ്തത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രോപ്പർ പ്രോജക്റ്റ്. പക്ഷെ അതൊരു കമേഴ്ഷ്യൽ പടമല്ല, അങ്ങനത്തെ ഒരു പടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് മുടി വെട്ടേണ്ടി വന്നു. പക്ഷെ മൂൺ വാക്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടടാ സിദ്ധാർത്ഥ, നീ ഉണ്ടാവും, ഒരു 90% നീ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ മുടി വെട്ടരുതെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഓഡിഷൻ വന്ന സമയത്ത്. പക്ഷെ എനിക്ക് അത് കിട്ടിയപ്പോൾ ഞാൻ അതിനു വേണ്ടി വെട്ടി, ചെറുതാക്കി. അതിൻ്റെ ഷൂട്ടിന് 2 ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മൂൺ വാക്കിന്ന് കോൾ വരുന്നത്, സിദ്ധാർത്ഥ് നിൻ്റെ കൺഫേം ആയി. അവർ ചോദിച്ചു തന്നെ, മുടിയൊന്നും വെട്ടിയിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെട്ടി ചെറുതാക്കി, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എടോ സുമേഷ് ഏട്ടൻ ആയിരുന്നു, പുള്ളിക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എടോ ശരി കുഴപ്പമില്ല, നമ്മൾ തുടങ്ങാൻ എന്തെങ്കിലും 3-4 മാസം എടുക്കും, അതിനുള്ളിൽ വളരുമല്ലോ, അതുവരെ കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ ഒരു 5-6 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട്. അപ്പോൾ അത് കഴിഞ്ഞു, ആ പടം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. പിന്നെ മെമ്മറീസ് എന്ന് പറയുന്നത് അവിടെ പോയി ഞാൻ ഇപ്പോഴും മൂൺ വാക്ക് ടീമായിട്ട് ഒരുപാട്, ഞാൻ എപ്പോൾ എറണാകുളം വന്നാലും എനിക്ക് മൂൺ വാക്കിൻ്റെ ഡയറക്ടറായ വിനോദ് സാറിനെ എനിക്ക് വരുമ്പോൾ തന്നെ തോന്നും വിനോദ് സാറിനെ ഇപ്രാവശ്യം കാണണം, ബാക്കി പയ്യന്മാരാരുണ്ടെങ്കിൽ വിളിക്കണം, അവരായിട്ടൊന്ന് കണക്റ്റ് ആവണം. പിന്നെ ആ ഗ്രൂപ്പ്, അന്ന് തുടങ്ങിയ ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ്, യൂഷ്വലി ഇങ്ങനത്തെ ഗ്രൂപ്പ്സൊക്കെ കുറച്ച് ദിവസം ആക്റ്റീവ് ആയിരിക്കും, പിന്നെ അത് ബൂം എന്ന് പറഞ്ഞ് പോകും. ഇപ്പോഴും അവരൊക്കെ വേറെ ഏത് വർക്ക് ചെയ്താലും അതിനെ ലിങ്ക്സ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിലും നമുക്ക് പറ്റിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് അയച്ചു സിദ്ധാർത്ഥ ഇതിന് അയക്കടാന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുക. പിന്നെ അവർ എവിടെയെങ്കിലും നമ്മുടെ വർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് വിഷ് ചെയ്യുക, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ 3 മാസം ട്രെയിനിങ് എന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നല്ലോ, ഞാൻ കുറേ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ചൊരു ഫാമിലിയായി. അത് പിന്നെ പിന്നെ ഒന്നുമില്ലല്ലോ, ഫാമിലി ആയി കഴിഞ്ഞാൽ ആ കണക്ഷൻ നമ്മൾ കുറേ അങ്ങനെ പോകും. അത് പിന്നെ വർക്ക് ചെയ്തത് എക്സ്പീരിയൻസ്, ലാംഗ്വേജിന് വേണ്ടി കുറേ ട്രെയിനിങ്ങും ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഫാമിലി തന്നെയാണ്, ലൈക്ക് പ്രോപ്പർ ഫാമിലി തന്നെ. അച്ഛനും ബ്രദേഴ്സും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തൊരു പടം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതായിരുന്നു അത്. ഫ്രണ്ട്സും കുറച്ച് കൂട്ടുകാരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയൊരു പടം പോലെയാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ആകുക. പിന്നെ അവസാനത്തെ ദിവസം ഞങ്ങൾ എല്ലാം കഴിഞ്ഞു, പ്രൊമോഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാണ്. അപ്പോൾ വിനോദ് സാറ് ഓഫീസിൽ നിന്ന് ഞങ്ങളിതെല്ലാം താഴെ ഇറങ്ങി ഇങ്ങോട്ടേക്ക് വിളിച്ചു, എന്നാൽ സീ യു ഗായ്സ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിപ്പോഴും വിനോദ് സാറിൻ്റെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഞങ്ങളൊക്കെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. വിനോദ് സാറ് മേളിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അത് പോസ്റ്റ് ചെയ്തിട്ട് ഒരു താഴെ ഇത്ര വലിയൊരു ക്യാപ്ഷൻ, ആ ക്യാപ്ഷനിൽ ഉണ്ട്. അത് ഭയങ്കര എമോഷണലായി ഞാൻ കണ്ടിട്ട്. അന്ന് ഞാനും പിന്നെ സാൻഡി എന്നൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു പുള്ളിക്കാരുണ്ട്, അരുൺ വിജയ്, ഈസ് ഫ്രം ബാംഗ്ലൂർ, മലയാളിയാണ്. ഞാനും പുള്ളിക്കാരനും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി രാത്രി ഫുഡ് കഴിക്കാതെ നമുക്കിന്ന് പുറത്ത് പോയി കഴിക്കാം, എല്ലാവരും പോയി കേട്ടോ. ഞാൻ ചെന്നൈയിൽ, ഞാൻ പിറ്റേ ദിവസമാണ് പോണേ. ഞാൻ പുള്ളിക്കാരൻ രാത്രി പോയി ഇരുന്നിട്ട് പിന്നെ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നില്ല വേർഡ്സ്, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പുള്ളിക്കാരൊന്നും എമോഷണൽ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഭയങ്കര ചിൽ മനുഷ്യനാണ് പുള്ളിക്കാരൻ. പോലെ കണ്ണുന്നൊക്കെ കണ്ണുനീരൊക്കെ വന്ന്, എനിക്കാണെങ്കിൽ ഫുഡ് കഴിക്കാനും ഓർഡർ ചെയ്തിട്ട് കഴിക്കാനും പറ്റുന്നില്ല ശരിക്കും. ഒരുപാട് എമോഷണലായി. പോസ്റ്റ് കണ്ടിട്ട് രണ്ടുപേരും ഇങ്ങനെ വായിച്ച് കരഞ്ഞിട്ടൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അത്രയ്ക്കും എമോഷണൽ ആയിട്ടുള്ള സെറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ ഇതുവരെ. എല്ലാം പെട്ടെന്ന് പോകുന്നു, കുറച്ച് ദിവസം ഷൂട്ട് ചെയ്യുന്നു, ഡബ് ചെയ്യുന്നു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. പക്ഷെ ആ എമോഷണൽ ഒരു ലൈക്ക് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ബോണ്ടില്ലേ, അതെനിക്ക് മൂൺ വാക്കിലാണ് ഇപ്പൊ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതെ, എനിക്കിപ്പോഴും എല്ലാവരും ഭയങ്കര സന്തോഷം. മനോജ് ആണെങ്കിലും ഓരോ പടം ചെയ്യുമ്പോഴും എൻ്റെ ബ്രദർ അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, എൻ്റെ വീട്ടിലുള്ള ഒരു ചെക്കന് പ്രൊജക്ട്സ് കിട്ടുന്നു എന്നുള്ളൊരു ഹാപ്പിനെസ് ആണ്. അത് ബാക്കി എല്ലാവർക്കും തന്നെ അത് കിട്ടിയാൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് ഞാനായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു, എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ്. എനിക്കൊരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ എത്രത്തോളം ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ അതേപോലെയാണ് ബാക്കി എല്ലാവർക്കും. എൻ്റെ ആ ടീമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയൊക്കെ ചെയ്യും, എടാ സെറ്റായോ, എന്താണ്, അടിപൊളി കിട്ടട്ടെ എന്നൊക്കെ. ആ ഒരു ബോണ്ടിങ് എനിക്ക് ആ ഒരു ഫാമിലിയിൽ നിന്നാണ് കിട്ടിയത്. നല്ല മനസ്സാണ്. ഓക്കെ, ഇനി കുറച്ച് ഇന്റലക്ച്വൽ ആവട്ടെ. ഇന്റലക്ച്വൽ ആണ് ഞാനോ, അല്ലെങ്കിൽ ഞാനാവുമ്പോൾ നീ ആവണമല്ലോ. ഓക്കെ, what is acting in your perspective?
ആക്ടിങ് ഇൻ മൈ പെർസ്പെക്റ്റീവ് സി എല്ലാ ടേംസിനും ഓരോരോ ആൾക്കും ഓരോരോ ഡെഫിനേഷൻ ആണല്ലോ. ആൻഡ് ലൈക്ക് ആക്ടിങ്ങിന് ഡെഫിനേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് വാട്ട് ഇസ് ആക്ടിങ് അക്കോർഡിംഗ് ടു മീ പേഴ്സണലി എൻ്റെ ലൈഫിൽ നിന്നുള്ള ഐ ഹാവ് എ പ്രോപ്പർ ഐഡിയ. ആക്ടിങ് ഇസ് സംതിങ് വിച്ച് ഐ ക്യാൻ ഡു ഫോർ എവർ ആൻഡ് ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ്. അതാണ് എൻ്റെ മൈൻഡിൽ. എത്ര ആയാലും എത്ര ദിവസമാണെങ്കിലും എന്നെ ഷൂട്ടിന് വിളിച്ചോ, ഫിസിക്കലി ഐ മൈറ്റ് ഗെറ്റ് ഡ്രെയിൻഡ് ഔട്ട്. അത് ഫിസിക്കൽ എക്സോഷൻ ആണ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ ബോഡി വർക്ക്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇഫ് യു ആസ്ക് മീ ത്രൂ ഔട്ട് ദ മന്ത് 30 ദിവസം ഷൂട്ടുണ്ട്, 30 ദിവസം നീ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം, ഐ എം റെഡി ഫോർ ഇറ്റ്. ദാറ്റ്സ് സംതിങ് വിച്ച് ഐ വുഡ് ലവ് ടു ഡു ഫോർ എവർ. എനിക്ക് അതിൽ ഇത് ബോറടിച്ച് തുടങ്ങി അങ്ങനെ ഒരു പരിപാടിയല്ല അത്. എവ്രി ഡേ എവ്രി ക്യാരക്ടർ ഇസ് എൻ എക്സ്പ്ലോറേഷൻ. പുതിയൊരു പരിപാടിയാണ്. ഗെറ്റിംഗ് ഇൻ ടു അനദർ സ്പേസ്. പുതിയ ആൾക്കാർ പുതിയ ഒരു മനുഷ്യനായിട്ട് മാറുന്നു, പുതിയ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നു. അതിൽ ഒരു 5 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഇതാണ് മാറി മാറി ലൈഫ് ലോങ് ഞാൻ ചെയ്യേണ്ടതെന്നല്ലല്ലോ. അവിടെ എത്രയോ സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് സംതിങ് വിച്ച് ഐ വുഡ് ലവ് ടു ഡു. ഏത് സിറ്റുവേഷനിൽ ഇട്ടാലും, എനിക്കൊരു ബേസിക് അമ്യൂണിറ്റീസ് ഉള്ള സ്ഥലത്തിട്ടാലും, ഏത് കൺട്രിയിൽ പോയാലും വാട്ട് യു വോണ്ട് ടു ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് ടു ആക്ട് എന്ന് ഞാൻ പറയും. ഐ വോണ്ട് ടു ബി എ പെർഫോമർ, ഐ വോണ്ട് ടു ബി എൻ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയും. സോ ആക്ടിങ് ഇസ് സംതിങ് ഐ ക്യാൻ ഡു ഫോർ എവർ വിത്തൗട്ട് എനി മെന്റൽ എക്സോഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എനിക്ക് ഇതിന്റെ ഇഷ്ടമുള്ളത്. ഇത് ഇന്റലക്ച്വൽ ആൻസർ ആണെന്നൊന്നും എനിക്കറിയില്ല. ഇത് എന്റെ പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, സോ ഒരു ആക്ടർക്ക് വേണ്ട ഒരു കാര്യം എന്താണ്? ഉർവശി മാം പറഞ്ഞ പോലെ ഡിസിപ്ലിൻ. അത് ഓഫ് കോഴ്സ് ഡിസിപ്ലിൻ. ഞാൻ ആദ്യം തൊട്ടേ കുറച്ച് പീപ്പിൾ പ്ലീസർ ആണ്, അത് എല്ലാവർക്കും അറിയാം. ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് സെറ്റിലേക്ക് പോകുമ്പോൾ. അത് എനിക്ക് പല സമയത്തും നോ പറയാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ഐ എം ട്രൈങ് ടു കൺട്രോൾ ഇറ്റ്. ആൾക്കാർ പറയും നോ പറയുന്ന സ്ഥലത്ത് നോ പറയണമെന്ന്. പക്ഷെ അവരുടെ അടുത്ത് തന്നെ നമ്മൾ ചില സമയത്ത് നോ പറയുമ്പോൾ അവർക്ക് നോ അവർക്ക് ചില സമയത്ത് അത് ഇതെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ചില സമയത്ത് നമ്മൾ എനിക്കൊരു കുഴപ്പമില്ലടാ നീ ചെയ്തോ എന്ന് പറയുന്ന സാധനം തന്നെ അവൻ ചെയ്യുമ്പോൾ നമുക്ക് വിഷമാവും. അങ്ങനെയാണ്. അപ്പോൾ സെൻസിറ്റീവ് ആണ്. എല്ലാവരും ഇമോഷണലി സെൻസിറ്റീവ് ആണ് ചില ഓരോരോ കാര്യങ്ങളിൽ. അപ്പൊ എനിക്ക് എന്താ ചോദിച്ചേ? അല്ല വേണ്ട കാര്യങ്ങൾ ഡിസിപ്ലിൻ ഓഫ് കോഴ്സ്. പിന്നെ കുറേ ഞാൻ റീസെന്റ് ടൈംസ് അല്ല കുറേ കൊല്ലങ്ങളായിട്ട് റിയലൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത കാര്യം പേഷ്യൻസ് വേണം. ഒരുപാട് പേഷ്യൻസ് വേണം. ഇത് വിട്ടിട്ട് പോയാലോ എന്ന് ചില സമയത്ത് തോന്നാം. പക്ഷേ തോന്നുന്നതിലൊരു കുഴപ്പമില്ല. അഗെയിൻ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ആ ഒരു പേഷ്യൻസ് ആണ്. ആ പേഷ്യൻസിൽ നീ നിന്നെ എങ്ങനെ നമ്മളെ എങ്ങനെ റെഡിയാക്കുന്നു. യു മൈറ്റ് ഗെറ്റ് എൻ പ്രോജക്റ്റ് നാളെ തന്നെ, ആഫ്റ്റർ 6 months കിട്ടാം, ആഫ്റ്റർ എ ഇയർ നല്ല സാധനം കിട്ടാം. പക്ഷെ അന്ന് നല്ലതായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ, അന്ന് നല്ലതായിട്ടുള്ള ഒരു ആക്ടറായിട്ട് നമ്മൾ മാറണമെങ്കിൽ ഇന്നോട്ടെ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ ഇറങ്ങണം. യു സ്റ്റിൽ എൻ ആക്ടർ. ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ വന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ചിട്ട് അത് പടം റിലീസായാൽ മാത്രമേ നീ ഒരു ആക്ടർ. അങ്ങനെയൊന്നുമല്ല. യു ആർ ഓൾറെഡി ആൻ ആക്ടർ ഇൻ യുവർ മൈൻഡ്. ഐ എം ആൻ ആക്ടർ. ആരുടെ ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും വാട്ട് യു ഡു ഫോർ ലിവിങ് എന്ന് ചോദിക്കുമ്പോൾ ഫോർ ലിവിങ് സിനിമ ആക്ടിങ് ഒക്കെ ചെയ്യുന്നു. ബിക്കോസ് ഐ വാസ് നോട്ട് വെരി ഷുവർ ഞാൻ ആക്ടർ ആണോ, ഞാൻ ആക്ടർ തന്നെയാണോ, 1-2 പ്രോജക്ട്സ് ചെയ്ത് ഞാൻ ആക്ടർ ആവുമോ അങ്ങനെയൊക്കെ. പക്ഷേ റീസെൻറ്റ് ടൈംസ് ഞാൻ കുറേ പേരുടെ ഇൻ്റർവ്യൂസും കുറേ പേരായിട്ട് കണക്റ്റ് ആകാൻ പറ്റി. കുറച്ച് വലിയ ആർട്ടിസ്റ്റായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയത് സിനിമ ഇറങ്ങി നീ വലിയ ലൈക്ക് നല്ലൊരു ശമ്പളം മേടിക്കുന്ന ഒരു ആക്ടറോ അല്ലെങ്കിൽ നല്ലൊരു കൂടുതൽ ഫെയിം കിട്ടിയ സമയത്ത് മാത്രമല്ല നീ ഒരു ആക്ടർ. മെൻ്റലി യു ആർ ഓൾറെഡി എൻ ആക്ടർ. അക്സെപ്റ്റ് ദ ഫാക്ട് ദറ്റ് യു ആർ എൻ ആക്ടർ. അപ്പോൾ ആ ഒരു പേഷ്യൻസും ഡിസിപ്ലിനും ഇസ് വാട്ട് ഐ തിങ്ക്. പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്സ് ഇട്ടുകൊണ്ടിരിക്കണം. അത് എല്ലാ ഫീൽഡിലും അങ്ങനെയാണ്. ഐ തിങ്ക് പേഷ്യൻസ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മുടെ ഒരു ആക്ടർ ആവണം എന്നുണ്ടെങ്കിൽ പേഷ്യൻസും പിന്നെ ഈഗോസൊക്കെ ഒന്ന് കട്ട് ഡൗൺ ചെയ്യണം. ലൈക്ക് വലിയ ഈഗോസ് ഉണ്ടെങ്കിൽ പല സ്ഥലത്തും നമുക്കത് ഹേർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ട്രൈ ടു ബി ഹംബിൾ. കാരണം സെറ്റ് എന്ന് പറയുന്നൊരു പരിപാടി
എക്സോസ്റ്റിംഗ് തന്നെയാണ്. ത്രൂ ഔട്ട് ദി ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ മെൻ്റലി പലർക്കും പല പ്രശ്നങ്ങളും പ്രൈവറ്റായിട്ട് ഉണ്ടാകാം, പേഴ്സണലി അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോ എന്ത് വേണമെങ്കിൽ ആവാം. അപ്പോൾ ഒരാൾ എന്തെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സീരിയസ് ആയി എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് അങ്ങ് ഹീഗോ ഹേർട്ടായി നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും അതന്നെ ലൈക്ക് വി ഹാവ് ടു റെസ്പോണ്ട്, വി ഷുഡൻ റിപ്ലൈ. അങ്ങനെ ഒരു പരിപാടിയാണ്. ലൈക്ക് കുറച്ച് അനലൈസ് ചെയ്ത് കുറച്ച് കാം, അങ്ങനെ കുറച്ച് ഈഗോസൊക്കെ ഒന്ന് മാറ്റി വെച്ച്, ബിക്കോസ് നമ്മുടെ ആവശ്യമാണ്, നമുക്കാണ് സിനിമ ആവശ്യം. സിനിമയ്ക്ക് നമ്മുടെ ആവശ്യമൊന്നുമില്ലല്ലോ വലുതായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കാം ഡൗൺ ചെയ്തിട്ട് പേഷ്യൻ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ യുൽ വിൻ വൺ ഡേ ഫോർ ഷുവർ. പക്ഷേ അതിൻ്റെ ടൈം ഗ്യാപ്പ് നമുക്ക് അളക്കാൻ പറ്റില്ല. അതിന് ടൈം പീരിയഡ് മീ ടേക്ക് സം ടൈം. പക്ഷേ ഉറപ്പായിട്ടും യു വിൽ റീച്ച് വെയർ യു ആർ ഡെസ്റ്റൈൻഡ് ടു റീച്ച് എന്നുള്ളതാണ്. കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. ഓക്കെ, ഇപ്പം സിദ്ധുവിന്റെ ഇതുവരെയുള്ളൊരു ജേണി എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇതുവരെ ഞാൻ ഒരു സിംഗിൾ വേർഡിൽ പറയണമെങ്കിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. കാരണം ചില സിറ്റുവേഷൻസ് ഐ ബീൻ ബാഡ്. ഞാൻ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ബാഡ് ടേംസിൽ നിന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സെൽഫിഷായ സമയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ അല്ല. അങ്ങനെ എനിക്കൊരു ഫീലിംഗ് സെൽഫിഷ് ആവാൻ തോന്നിയാലും ഐ എം ട്രൈങ് ടു അത് അവിടെ തന്നെ വെച്ച് കട്ട് ഡൗൺ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തുകളിലും എനിക്കിത് പറയാനൊരു മടിയുമില്ല. there were times people said നന്ദിയില്ലാത്തവനെ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഐ അഗ്രി ടു ഇറ്റ്. ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ ആയിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ നിന്ന് പോലും എനിക്കങ്ങനെ നന്ദി വേണോടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും. പക്ഷെ ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് എൻ്റെ എഫേർട്സ് മാത്രമല്ല. ഇറ്റ്സ് ലൈക്ക് ഫാമിലി തൊട്ട് എനിക്ക് ഓഡിഷൻ കോൾസ് അയച്ചിരുന്ന ആൾക്കാർ, എന്നെ കയറ്റി വിട്ടിട്ടുള്ള ആൾക്കാർ, സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, സെറ്റിൽ ഫുഡ് തരുന്ന ചേട്ടൻ, അവർ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, കോ ആർട്ടിസ്റ്റ്, ഇങ്ങനെ കുറേ എല്ലാവരും കൂടെ അവരവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആൾക്കാരെ കണ്ടുമുട്ടിയ ഒരു ഫീൽഡാണ്, ഒരു ലൈഫാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഇത്രയും നല്ല ഹ്യൂമൻ ബീങ്സിനൊക്കെ. അപ്പോൾ ഇത്രത്തോളം എത്തിയിട്ടുള്ളത് എൻ്റെ ഞാൻ മാത്രമല്ല. അത് ഞാനെന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ആളാണ്. സിദ്ധാർത്ഥ് ആസ് എ പേഴ്സൺ ഞാൻ തന്നെ ആയിരിക്കും. അച്ഛനും അമ്മയും എനിക്ക് ദേ ഗോട്ട് ഡെലിവേർഡ്. ഞാൻ ഹോസ്പിറ്റലിൽ ജനിച്ചു വളർന്നു, അതൊക്കെയാണ്. പക്ഷെ സിദ്ധാർത്ഥ് ആസ് എൻ ആക്ടർ ഹൂസ് ഹിയർ റൈറ്റ് നൗ, ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് ഓൺലി മീ, അത് എല്ലാവരുടെയും കൂടെ എഫേർട്ടാണ്. അപ്പോൾ സിംഗിൾ വേർഡിൽ പറയുകയാണെങ്കിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ആ ഗ്രേറ്റ്ഫുൾനെസ് എപ്പോഴും എനിക്കുള്ളിൽ ഉണ്ടാവണം. അത് എന്നെ വിട്ട് മാറാൻ പാടില്ല എന്നുള്ളൊരു പേടിയും, പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. എപ്പോഴും എനിക്ക് ഐ ഓൾവേസ് വാണ്ട് ടു ബി കൈൻഡ് ടു പീപ്പിൾ, ഗ്രേറ്റ്ഫുൾ ടു പീപ്പിൾ. വേറൊന്നും പൈസ ദോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഐ എം നോട്ട് വെരി കൺസേൺഡ് അബൌട്ട് ഇറ്റ്. അതെങ്ങനെയെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ചെറിയ എമൗണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കാണാത്തൊരു കുറച്ച് വലിയ പൈസ ആണെങ്കിലോ, എനിക്ക് പൈസ ഇല്ലാതിരുന്ന സമയത്തും ചെന്നൈയിൽ ഞാൻ 1-2 കൊല്ലങ്ങളല്ല, കുറേ സമയത്ത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ, കസിൻ ചേട്ടൻ ശശാങ്ക് എന്നാണ് പേര്, ഇപ്പോഴും ഞാൻ ചെന്നൈയിൽ എൻ്റെ കസിൻ്റെ ചേട്ടൻ ചേച്ചിയുടെ വീട്ടിലാണ്, ശശാങ്കൻ പ്രിയ, അവരുടെ വീട്ടിലാണ് ഞാൻ. ഇതിനു മുമ്പ് ജയന്ത് എൻ്റെ മീൻ ബോയ്സിൽ പവർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ വിത്തൗട്ട് റെന്റ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഞാൻ ജയന്തിൻ്റെ വീട്ടിൽ പോയി അമ്മയെ കണ്ടു, അച്ഛനെ കണ്ടു, എല്ലാവരെയും കണ്ടു. അവരിപ്പോഴും എന്നെ ഒരു മോനെ പോലെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ചെന്നൈ സ്ഥലം തന്നെ എനിക്കൊരു പുതിയ സ്ഥലമായിരുന്നു. അപ്പോൾ എന്നെ ഒരു ഫാമിലി വീട്ടിലേക്ക് കയറ്റുന്നു, 1-2 കൊല്ലം ഫുഡും തന്ന് സ്ഥലം തന്ന് എന്നെ ഒരു പൈസ മേടിക്കാതെ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് കിട്ടിയിട്ടുള്ള ഫാമിലീസാണ് അവരൊക്കെ. അപ്പോൾ ഈ ഒരു ജേർണി ദാറ്റ്സ് 100% ഇമ്പോസിബിൾ വിത്തൗട്ട് ദം. ഞാൻ മാത്രം, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരും, അങ്ങനെ ഒന്നുമല്ല. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ദർ മേ ബി പീപ്പിൾ ലൈക്ക് ദാറ്റ്. കുറേ ഇതിന് ഞാൻ അണ്ടർഗോ ചെയ്തിട്ടുള്ള സ്ട്രഗിൾസ് ഒന്നും നത്തിങ് സ്പെഷ്യൽ. അത് കുറേ ആർട്ടിസ്റ്റ് അതുവഴി വന്നിട്ടുണ്ടാവണം. പക്ഷെ എനിക്ക് അതിൽ കിട്ടിയ ഇത്രയും ആൾക്കാർ, ഇത്രയും എന്താ പറയുക, കംഫർട്ടൊക്കെ, അതൊക്കെ ഐ ഷുഡ് ഡെഫിനറ്റ്ലി ബി ഗ്രേറ്റ്ഫുൾ. എത്ര കൊല്ലം കഴിഞ്ഞാലും അത് മരിക്കുന്നവരെ ആ ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ ഈ ജേർണി കംഫർട്ടാക്കി സ്ട്രഗിൾസിൽ കൂടെ പോകുമ്പോഴും അതിനെ കൈപിടിച്ച് ഉയർത്തി പറ്റുമെന്ന് പറഞ്ഞ ആൾക്കാരോടാണ് എനിക്ക് താങ്ക്സും ഈ ഗ്രേറ്റ്ഫുൾനെസ്സും
ഉള്ളത്. അപ്പോൾ ഈ ജേർണി ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ജേർണി. ഐ എം ഹാപ്പി. ഐ ഹവ് ഗോട്ട് എ വെരി ഗുഡ് ഫാമിലി. അച്ഛനമ്മ, അച്ഛമ്മയായിട്ടുള്ള അച്ഛൻ ഈ ഇടയ്ക്ക് മരിച്ചു, ഹൂസ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്. ആ സമയമായിരുന്നു എനിക്ക് ഐ വാസ് സിക്ക്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ. ഇറ്റ്സ് എ വെരി ഹാർഡ് ടൈം ആ സമയം. പക്ഷേ ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ഫാമിലി. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ആരും ലൈക്ക് ഇല്ല, ഫാമിലി സപ്പോർട്ടില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നിട്ടേ ഇല്ല. ഐ എം വെരി ഹാപ്പി. ഈ കംപ്ലീറ്റ് ജേർണി എനിക്ക് ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ. നമുക്ക് അപ്കമിങ് ഫിലിംസ് എന്തൊക്കെയാണ് അടുത്ത ലൈനപ്സ് ഒക്കെ? അപ്കമിങ് 2 സീരീസ് ആണ് ഫോർ ഹോട്ട്സ്റ്റാർ. ടൈറ്റിൽ ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ ലോഞ്ചൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഒരു മലയാളത്തിലൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട് വിച്ച് ഇൻ ഹോട്ട്സ്റ്റാർ. തമിഴിലും ഒരെണ്ണം സൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ഷൂട്ട് ഇപ്പോൾ നെക്സ്റ്റ് വീക്കിൽ തുടങ്ങും. അപ്പോൾ ഒരു 3 മാസം ഞാൻ കൊച്ചി, ചെന്നൈ ഷട്ടിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കേണ്ടി വരും. അതാണ് ഈ തൽക്കാലം ഉള്ളത്. പിന്നെ 1-2 ഡിസ്കഷൻസ് ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് ആയിട്ട് കുറച്ച് സ്ക്രിപ്റ്റ്സൊക്കെ നമ്മൾ കേട്ട് ഇൻട്രസ്റ്റഡ് ആയി വർക്ക് ചെയ്യാമെന്ന്. പിന്നെ ബാക്കി ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്സും കൂടെ ഉണ്ടല്ലോ, അതൊക്കെ ഡിസ്കഷൻസിലുണ്ട് 1-2 പ്രോജക്ട്സ് അങ്ങനെ. പക്ഷെ തൽക്കാലം ഇപ്പോൾ ചെയ്യുന്നത് ഈ 2 വെബ് സീരീസ് ആണ്, തമിഴ് ആൻഡ് മലയാളം, ഫോർ ഹോട്ട്സ്റ്റാർ. ഓക്കെ. അപ്പോൾ ഇനി അങ്ങനത്തെ ഇനി വരുന്ന മൂവീസായിട്ടൊക്കെ നമുക്ക് വീണ്ടും അതുപോലെ ഇരിക്കണം. വേണമെങ്കിൽ എന്നെ പറ്റി 2 വാക്ക് പൊക്കി പറഞ്ഞു. പൊക്കി പറയുന്നതല്ല, ഐ എം ബീങ് വെരി ജെന്യൂൻ. എനിക്ക് മൂൺ വാക്ക് സമയത്ത് കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ടാണ് സൂര്യ. അപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ ഡൗൺ ആയിട്ടുള്ള സമയത്ത് സൂര്യക്ക് പല സമയത്ത് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഹ്യൂമൻസ് ആണ് ഞാൻ ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാർ എൻ്റെ ചുറ്റിൽ എപ്പോഴും ഉണ്ട്. സംടൈംസ് ഐ ഡോണ്ട് റിയലൈസ് ഇറ്റ്. ഞാൻ കുറച്ച് ഐസൊലേറ്റ് ആകും, കുറച്ച് ഭയങ്കര പ്രഷറൊക്കെ എനിക്ക് ടെൻഷൻ തോന്നി തുടങ്ങിയാൽ പിന്നെ ഞാൻ കുറച്ച് ദിവസം സൈലൻ്റ് ആകും. ആ സമയത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്ത ആൾക്കാരൊക്കെ ഞാൻ കുറച്ച് മറന്നു പോകും. അത് ഈ ഇടയ്ക്കായിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കൊരു റിയലൈസേഷൻ. അപ്പോൾ എനിക്ക് ആ സമയത്ത് കിട്ടിയൊരു നല്ലൊരു അതെ എനിക്കും പറയാനുണ്ട്. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന സമയത്തൊക്കെ ഇവൻ ഉണ്ടായിരുന്നു. സോ അതിന് എന്തായാലും അത്രയല്ലേ ഉള്ളൂ നമ്മളെ. അല്ല അത് ഭയങ്കര ലൈക്ക് എന്താ പറയാ, നീ എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. ലൈക്ക് അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, നമുക്ക് ചിലരങ്ങനെ ആയിരിക്കുമല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ താങ്ക്സ് ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ് ആസ് എ ഫ്രണ്ട് ഓൾസോ. വെറും ഒരു ഇന്റർവ്യൂവർ അല്ലായിരുന്നു സൂര്യ. നൗ ഈവൻ ദോ ഐ ആം ഗ്രേറ്റ്ഫുൾ. സെലിബ്രിറ്റി അല്ല, ഫ്രണ്ടും കൂടെ ആണെന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ ഹിയർ ഓൾസോ. ഓക്കെടാ, താങ്ക് യു സോ മച്ച്.